നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് വീഡിയോയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്കൊക്കെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മറ്റാർക്കെങ്കിലും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് RTGS അല്ലെങ്കിൽ NEFT ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് മറ്റേതെങ്കിലും ബാങ്കിലേക്ക്, അത് SBI ആണെങ്കിലും HDFC ആണെങ്കിലും ഏത് ബാങ്കിലേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഞാൻ ഓൾറെഡി ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇട സൈഡിൽ ആദ്യമായിട്ട് ബ്രാഞ്ച് നെയിം ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കോപ്പറേറ്റീവ് ബാങ്ക് ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത് ആ ഒരു ബ്രാഞ്ചിൻ്റെ പേരാണ് ഇവിടെ അടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ബ്രാഞ്ച് നെയിം കോട്ടയം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്നാണോ ഇത് ഫില്ല് ചെയ്യുന്നത്, അപ്പം ആ ഒരു ഫില്ല് ചെയ്യുന്ന ഡേറ്റ് അത് 25/4/2023 ഞാൻ ഫില്ല് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്നാണോ ഫില്ല് ചെയ്യുന്നത് ആ ഡേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കും: റെമിറ്റർ ഡീറ്റെയിൽസ്, ബെനിഫിഷ്യറി ഡീറ്റെയിൽസ്. റെമിറ്റർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത് റെമിറ്റർ ഡീറ്റെയിൽസിൻ്റെ അടുത്ത്. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആർക്കാണോ നമ്മൾ പൈസ അയച്ചു കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പേര്, അക്കൗണ്ട് നമ്പർ, കാര്യങ്ങളൊക്കെയാണ് ഈ താഴെയുള്ള ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ റെമിറ്റർ ഡീറ്റെയിൽസിൽ ഞാൻ ആദ്യമേ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്ബുക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലെ അക്കൗണ്ട് നമ്പർ ലഭിക്കും. ആ ഒരു അക്കൗണ്ട് നമ്പർ ഇവിടെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം റെമിറ്റർ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ജോയി പോൾ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നെയിം അടിച്ചതിന് ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ബാക്കി ലാസ്റ്റ് നെയിം അടിക്കാൻ നോക്കുക. അതിനുശേഷം ബെനിഫിഷ്യറി ഡീറ്റെയിൽസിൻ്റെ അകത്ത് ഞാൻ അമൽ മാത്യു എന്ന് പറയുന്ന ഒരാൾക്കാണ് അയക്കുന്നത്. അതുകൊണ്ട് പേര് ഞാൻ അടിച്ചു, അക്കൗണ്ട് നമ്പർ അടിച്ചു. അതിനുശേഷം അതായത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ആളുടെ ബാങ്കിൻ്റെ IFSC കോഡ് അടിച്ചു. അതിനുശേഷം എത്ര എമൗണ്ട് ആണോ നമ്മൾ അയക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എമൗണ്ട് നമ്മളിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ എന്നുള്ളത്, 10,000 രൂപയാണ് അയക്കുന്നത്. അതുകൊണ്ട് 10,000 അടിച്ചു കൊടുത്തു. അതിനുശേഷം എമൗണ്ട് ഇൻ വേഡ്സ് ഇവിടെ 10,000 ഉള്ളിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ ഒരു സിഗ്നേച്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. താഴെ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തേട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ബ്രാഞ്ച് നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബ്രാഞ്ച് നെയിം അടിച്ചു കൊടുക്കുക, കോട്ടയം. അതുപോലെ തന്നെ ഡേറ്റ് 25/4/2023 അടിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ, കോപ്പറേറ്റീവ് ബാങ്കിലെ നമ്മുടെ അക്കൗണ്ട് നമ്പർ വീണ്ടും ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. റെമിറ്റർ ഡീറ്റെയിൽസിൽ നമ്മൾ ഇവിടെ അടിച്ചതുപോലെ തന്നെ ഈ റെമിറ്റർ ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പറും റെമിറ്റർ നെയിമും അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ റെമിറ്റർ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൗസ് നെയിം, അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം, പിൻ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ. അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി ബെനിഫിഷ്യറി ഡീറ്റെയിൽസിൽ നമ്മളോട് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പേര്, ഏതാണോ ബാങ്ക് നെയിം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അയച്ചു കൊടുക്കേണ്ടതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബ്രാഞ്ച് നെയിം, അപ്പോൾ പാലയിലുള്ള SBIയിലേക്കാണ് എനിക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ബ്രാഞ്ച് നെയിമായിട്ട് പാല എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെ അക്കൗണ്ട് നമ്പർ, അയച്ചു കൊടുക്കേണ്ട ആളുടെ ഏത് അക്കൗണ്ടിലേക്കാണോ നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ വീണ്ടും ഇവിടെ അടിച്ചു കൊടുത്തു. അതിനുശേഷം ആ ഒരു അക്കൗണ്ട് നമ്പർ റീകൺഫേം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഒന്നും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ IFSC കോഡ്, ബ്രാഞ്ചിൻ്റെ IFSC കോഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എമൗണ്ട് എത്രയാണോ അയക്കാൻ താല്പര്യമുള്ളത് അത് വീണ്ടും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എമൗണ്ട് വീണ്ടും 10,000 എന്ന് ഈ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത്ര എഴുതിയതിന് ശേഷം താഴെ നമ്മൾ 10,000 എന്നുള്ള എമൗണ്ടും കൂടെ എഴുതി നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഫോം നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു ചെറിയൊരു ചാർജ് ഇവർ ഈടാക്കുന്നുണ്ട്. ഒരു 20 രൂപയ്ക്കായിരിക്കും ചാർജ് ഈടാക്കുന്നത് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അവിടെ 20 അവർ തന്നെ അത് നോട്ട് ചെയ്തോളും. അതിനുശേഷം അവർ ഇത് സീൽ ചെയ്ത് അവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പാലയിലുള്ള SBI അക്കൗണ്ടിലേക്ക് അവർ ഓട്ടോമാറ്റിക്കായിട്ട് 1 അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്തോളും. അപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിലെ RTGS അല്ലെങ്കിൽ NEFT ഫോം സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അപ്പം നിങ്ങൾ ഇവിടെ റെമിറ്റർ അഡ്രസ്സ് എന്നുള്ളിടത്ത് നിങ്ങളുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ആ ഒരു സെയിം കാര്യങ്ങൾ വീണ്ടും ഇവിടെ റെമിറ്റർ അഡ്രസ്സ് എന്നുള്ളിടത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബെനിഫിഷ്യറി അഡ്രസ്സ് എന്നുള്ളിടത്ത് ഇവിടെ അടിച്ചു കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെ ഈ ഒരു സൈഡിലും കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിൽ കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.